ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും സുഖകരമായി പോകണമെന്നില്ല. ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ ദൂരങ്ങൾ സൃഷ്ടിക്കും. പറയാതെ പോയ വാക്കുകൾ, കേൾക്കാതെ പോയ മനസ്സുകൾ, അവയാണ് പല ബന്ധങ്ങളെ പതുക്കെ അകറ്റുന്നത്. എന്നാൽ ദൈവികമായ ചില ഇടപെടലുകൾ, ചില വാക്കുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ തിരിച്ചറിവ് പോലും ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളവയാണ്. ഇത് അങ്ങനെ ഒരു മാറ്റത്തിന്റെ കഥയാണ്. ജെറിയുടെയും ആനിയുടെയും കുടുംബജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ച. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പാസ്വേർഡ്. എന്തൊരൊച്ചയും ബഹളം ഇത്. ഞാനൊന്ന് മനസ്സമാനത്ത് ജോലിക്ക് പൊക്കോട്ടെ. എപ്പോ നോക്കിയാലും ഉച്ചക്ക് റീൽസ് വെച്ചോണ്ടിരിക്കും. അല്ല, എനിക്ക് ഈ വീട്ടിലൊരു പാട്ട് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ. ജെറിക്ക് സ്വന്തം കാര്യം കഴിഞ്ഞല്ലേ ബാക്കിയെല്ലാം. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ലോയർ അയച്ച ഡോക്യുമെന്റ് സൈൻ ചെയ്തോ? ഡിവോഴ്സിന്റെ അല്ലേ? നീ സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? നമ്മൾ ഇത് മുമ്പേ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. നമ്മൾ സെപ്പറേറ്റ് ആവുന്നതാണ് നല്ലത്. എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ വേർപിരിയലാണോ ജെറി? എല്ലാ ദിവസവും ഒരേ കാര്യം, വഴക്ക്, കുറ്റപ്പെടുത്തൽ. ഇത് ലൈഫല്ല അനി. ശ്വാസം മുട്ടുന്ന പോലെയാണ്. ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്? നിനക്ക് എപ്പോ നോക്കിയാലും ജോലി മാത്രം. ഈ വീട്ടിലും എന്റെ ജീവിതത്തിലും നീ ഉണ്ടോ ജെറി? ഇത് തന്നെ. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് മതിയാകില്ല. എപ്പോഴും ഞാൻ തെറ്റുകാരാണ് നിന്റെ മുമ്പ്. നിനക്ക് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാനോ എന്നെ ഒന്ന് കേൾക്കാൻ പോലും ടൈമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ജീവിക്കുന്നത് ജെറി. എന്നോട് എന്ത് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ? നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തള്ളി നീക്കി ജീവിക്കുന്നത് എന്തിനാണ്? രണ്ടുപേർക്കും നല്ലതല്ല. ശരി, ഇങ്ങനെ ഒരു ഭാരമായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ ഇന്നലെ ഒരു മെയിൽ റിപ്ലൈ ചെയ്തോ? ഫുൾ പ്രൊഫഷണൽ. നീ അയച്ചതോ അതോ ചാറ്റ് അയച്ചതോ? അത് വേഡിങ് മാത്രം പുള്ളി ഹെൽപ്പ് ചെയ്തു. ഐഡിയ മൊത്തം എന്റെ. അതെ അതെ, ഡിയർ സാർ മുതൽ ബെസ്റ്റ് റിഗാർഡ്സ് വരെ എല്ലാം നിന്റെ ക്രിയേറ്റിവിറ്റി. എടാ സീരിയസ്ലി, ഇപ്പൊ ഓഫീസിൽ സർവൈവ് ചെയ്യാൻ 3 things മതി. എന്തൊക്കെ? ചാറ്റ് GPT, കോപ്പി പേസ്റ്റ്, പിന്നെ ഒരു കോൺഫിഡന്റ് ഫേസ്. 4ാമത് ഒന്നും കൂടി വേണം. അതെന്താ? ബോസ് വന്ന സ്ക്രീൻ മിനിമൈസ് ചെയ്യാനുള്ള സ്പീഡ്. എടാ, ഞാൻ ഇന്നലെ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. എന്താ? ബോസ് ചോദിച്ചു, ഡിഡ് യു പ്രിപ്പയർ ദ റിപ്പോർട്ട്? ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു പോയി, യെസ്, ചാറ്റ് GPT പ്രിപ്പയർഡ്. അത് പറഞ്ഞതെങ്കിൽ ഇന്ന് എക്സിറ്റ് ഇന്റർവ്യൂ ആയാലേ. ഗുഡ് മോർണിംഗ് ജെറി. ചമ്മിപ്പോയി. എന്തൊരു കഷ്ടമാണ് ഇത്. എപ്പോ നോക്കിയാലും പാസ്വേഡ് റീസെറ്റ്. എന്റെ അമ്മോ, പേടിച്ചു പോയല്ലോ ജെറി. പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ ഇത്ര വെള്ളം വെക്കണം? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. താൻ ആരാ ചോദിക്കാൻ? കുറെ നാളായി IT-ക്കാർ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യുന്നു. ഇവിടെ സമാധാനത്തോടൊന്ന് ജോലി ചെയ്യണം. ഇതൊക്കെ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമല്ലേ?
നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല ചെറിയ. ഞാൻ IT ടീമിനെ ഒന്ന് വിളിക്കട്ടെ, ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. വിളിക്ക് ഇപ്പം തന്നെ പരിഹാരം കിട്ടും. ഇവിടെ എപ്പോഴും പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? ജോലി ചെയ്യണ്ടേ? ഓ, എന്റെ ഫോൺ കട്ട് ചെയ്തോ? എന്നാ ഞാൻ നേരിട്ട് പോയിട്ട് വരാം. സാർ, ടീ. ഡോ, ഇയാളോട് ഞാനിപ്പോ ചായ ചോദിച്ചോ? സാധാരണ ചായ കുടിക്കാറുണ്ടല്ലോ ഈ സമയത്ത്. എന്നോട് എന്തിനാണാവോ ദേഷ്യപ്പെടുന്നത്? ഓ, ഇനി നിന്നെയും കൂടി പേടിച്ചു വേണോ ഞാനിവിടെ നിൽക്കാൻ? അവനും കിട്ടി. ജെറിക്ക് കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിന്റെ ടെൻഷനിലാണ് അയാൾ. പാസ്വേഡ് റീസെറ്റ് ചെയ്യാതെ ബുദ്ധിമുട്ട് കാണിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പം കുറച്ചു നാളായി ഇയാളോട് എന്ത് ചോദിച്ചാലും ചൂടാകുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ? അദ്ദേഹം ഈ കമ്പനിയുടെ അടുത്ത GM ആകേണ്ട ആളാണെന്ന് മാനേജർ മീറ്റിംഗിലൊക്കെ പറയുന്നത് കേട്ടു. ഈ അവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി തന്നെ നഷ്ടമായേക്കാം. ബോസ് കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞ് വാണിംഗ് കൊടുത്തു എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം ഇപ്പൊ ജോലിയിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴും ഓരോ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫാമിലി ഇഷ്യൂസ് ഒന്നും ജോലിയിൽ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. മനസ്സ് കൈവിട്ടാൽ പിന്നെ ജോലി, വീട് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നില്ല. ആകെ ഒരു സമനിലവിട്ട അവസ്ഥയായേക്കാം. നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് മനഃപൂർവ്വം എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. ശരിയാക്കി കൊടുക്കാം. IT ടീം എന്ത് പറഞ്ഞു? കണ്ടില്ലേ, ഓരോ ആഴ്ചത്തേക്കുള്ള പാസ്വേഡും അത് യൂസ് ചെയ്ത് തുടങ്ങേണ്ട ഡേറ്റും എഴുതി 4 എൻവലപ്പ്. ഇത്രയും എൻവലപ്പ് എനിക്ക് ഇതിനു മുമ്പ് ഒരുമിച്ച് തന്നിട്ടുള്ളത് ഞങ്ങളുടെ പള്ളിയിലെ ആ ട്രഷറർ മാത്രം. ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെയൊക്കെ പ്രൊസീജിയർ. എന്തായാലും അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ, എന്നെ പിരിച്ചുവിടുവോ? ഇതൊന്നും കാണിച്ച് ഈ ജെറിയെ വരട്ടാൻ നോക്കണ്ട. വീട്ടിലും ഓഫീസിലും ഒക്കെ ഇത് തന്നെയാണ്. ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കില്ല. ജെറി ടൈപ്പ് ചെയ്ത ആ ഒരു വാക്ക് അവന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പതുക്കി ഇറങ്ങി. അത് വെറും ഒരു പാസ്വേഡ് അല്ല, അവന്റെ ജീവിതം തുറക്കാനുള്ള ആദ്യ വാതിലായിരുന്നു. ജെറി ടൈപ്പ് ചെയ്ത പാസ്വേഡ് അയാളുടെ ചിന്താമണ്ഡലങ്ങളെ തൊട്ടു. ഇത് തന്റെ ജീവിതമായി എങ്ങനെയോ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പതിയെ പതിയെ ക്ഷമ എന്ന വാക്ക് അദ്ദേഹത്തിന്റെ ദിനചര്യയുടെ ഒരു ഭാഗമായി മാറുന്നത് അനുഭവപ്പെട്ടു തുടങ്ങി. 5:30 നമുക്കിറങ്ങാം. ഇന്ന് വൈകിട്ട് കൊയർ പ്രാക്ടീസ് ഉണ്ട്, അതിന് പോണം. പഴയ കൊയർ മാസ്റ്ററെ പോലെയല്ല, പുതിയ ആള് കുറച്ച് സ്ട്രിക്റ്റാ. ഇറങ്ങാം. ജെറി ഇറങ്ങുന്നില്ലേ? കൂടുതൽ ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് പോവാം. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പാസ്വേഡ് റീസെറ്റ് റിക്വസ്റ്റ് വരുന്നു. ജെറി എൻവലപ്പ് തുറന്ന് അടുത്ത പാസ്വേഡ് എടുക്കുന്നു. ജീവിതം, ചിന്ത, തീരുമാനങ്ങൾ എല്ലാം ദൈവത്തെ കേന്ദ്രമായി വെച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കിടയിലും വഴികൾ തുറക്കും എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനെ തൊട്ടു തുടങ്ങിയിരിക്കുന്നു. പ്രതിസന്ധികൾ എന്തു തന്നെ ആയാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് മനസ്സിലാകുന്നു. അടുത്ത പാസ്വേഡ് എന്തായിരിക്കും എന്ന് അയാളുടെ മനസ്സ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം പാസ്വേഡ് റീസെറ്റ് റിക്വസ്റ്റ് വന്നിരിക്കുന്നു. ജെറി വളരെ ശാന്തനായി 3ാമത്തെ എൻവലപ്പ് തുറക്കുന്നു.
സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ജെറിയുടെ ഉള്ളിലേക്ക് ഒരു സമാധാനം നിറയുന്നു. കാലങ്ങളായി അവൻ തിരഞ്ഞത് ഇവിടെ കണ്ടെത്തി. ദൈവിക സമാധാനം അയാളുടെ ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങി. ജീവിതം മാറുന്നതായി അദ്ദേഹത്തിന് തോന്നി. അടുത്ത പാസ്വേഡ് എന്തായിരിക്കും എന്ന ആകാംക്ഷയോടും അതിലുപരി സന്തോഷത്തോടും കൂടെ ജെറി അവസാനത്തെ പാസ്വേഡ് തുറന്നു നോക്കുന്നു. ഹലോ ആനി. ജെറി, ഞാൻ എത്ര നാളായി കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നെന്നോ. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് അങ്ങോട്ട് വിളിക്കാതിരുന്നത്. എല്ലാം എന്റെ ഈഗോയാണ്. ഇന്ന് എന്തായാലും ജെറിയെ വിളിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നതാണ്. ആനി, എനിക്ക് നിന്നെ നേരിൽ കണ്ട് സംസാരിക്കണം. ഞാൻ അങ്ങോട്ട് വരാം. ആനി, ജെറി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയത്. ഞാൻ വിളിച്ചത് നിന്നോട് ക്ഷമ ചോദിക്കാനാണ്. എന്റെ ഭാഗത്ത് കുറേ തെറ്റുകളുണ്ട്. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തോ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതുപോലെ. ശരിയാണ്, ദൈവം നമ്മളോട് ഇടപെടാൻ ജെറിയുടെ ബോസിനെ ഒരുക്കി എന്ന് വേണം പറയാൻ. എന്താ നീ പറയുന്നത്? ബോസോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ ജെറി, കഴിഞ്ഞ മാസം ജെറിയുടെ ബോസ് എന്നെ വന്ന് കണ്ടിരുന്നു. കുറെ നേരം സംസാരിച്ചു. അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തോട് തുറന്ന് സംസാരിച്ചു. പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം ഉടനെ ശരിയാകുമെന്ന്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോ ഞാൻ അറിയാതെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ദൈവം ബോസിലൂടെ ഇടയാക്കി. അതെ, ഞാൻ അതിനുശേഷമാണ് ദൈവവുമായി കൂടുതൽ അടുക്കാൻ ഇടയായത്. ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോഴാണല്ലോ എല്ലാവരും ദൈവത്തെ ഓർക്കുന്നത്. എന്നും ദൈവത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അച്ചടക്കത്തിൽ പോകുമെന്നത് വാസ്തവമാണ്. ഓ, അപ്പൊ പാസ്വേഡിന്റെ പിന്നിൽ ബോസ് ആയിരുന്നു അല്ലേ? പാസ്വേഡോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില പാസ്വേഡുകളാണ് എന്നെ ഇന്ന് ഇവിടേക്ക് വരുത്തിയത്. ഹലോ ജെറി, ആനി, അങ്ങനെ രണ്ടാളും വീണ്ടും ഒന്നിച്ചു അല്ലേ? വാട്ട് എ സർപ്രൈസ് ബോസ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സർപ്രൈസ് തന്ന മറ്റാരുമില്ല. ഞാൻ അറിയാതെ ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇപ്പോ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചപ്പോൾ അങ്ങ് ഇവിടേക്ക് വന്നു. കമോൺ ജെറി, ജെറി നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഫാമിലി ടൈം പോലും വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് എന്റെ കൂടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ജെറി, ഇനി അങ്ങോട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാം. മോനേടാ, എന്നോട് ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. നോ പ്രോബ്ലം സർ. അതുകൊണ്ടല്ലേ ഞാനും ഇന്നിവിടെ വന്നത്. ആ, ഇതെന്താ ജിനുവിന്റെ കയ്യിലൊരു ബോക്സ്? ഇത് ജെറിക്ക് തരാൻ IT ടീം തന്ന പുതിയ പാസ്വേഡാ. ഓ, എഗെയിൻ? ഇതിനൊരു അവസാനമില്ലേ? രണ്ടാളും ചേർന്ന് ഇത് ഓപ്പൺ ചെയ്യൂ. ഇത് നിങ്ങളുടെ ലൈഫ് ടൈം പാസ്വേഡ് ആകട്ടെ. ജീവിതത്തിൽ പ്രോബ്ലംസ് ഒക്കെ സ്വാഭാവികമാണ്. നാം തോറ്റുപോകാതെ മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ജെറിക്ക് വേണ്ടി തയ്യാറാക്കിയ പാസ്വേഡ്സ് പോലെ നമ്മുടെ ജീവിതവും ഇടയ്ക്കിടെ ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കുറവുകൾ മനസ്സിലാക്കി
തെറ്റുകൾ തിരുത്തി മാതൃകയോടെ ജീവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ശരിയാണ്, ഞങ്ങൾക്കത് മനസ്സിലായി. ഈ പാസ്വേഡ് ഇനി ഒരിക്കലും എക്സ്പയർ ആവാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതെ, ഇത് ഞങ്ങൾ സേഫായി സൂക്ഷിക്കും. നമ്മുടെ ജീവിതം സന്തോഷകരമാകാൻ നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ബന്ധങ്ങളും അത്ര തന്നെ പ്രധാനമാണ്. അതിലുപരി ദൈവത്തിന്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതാണ് എല്ലാം ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ ഒരു വാക്കോ ഒരു തീരുമാനമോ മതി വലിയ മാറ്റങ്ങൾ വരാൻ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് പോലെ നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ശരിയായ വാക്കുകൾ നൽകാൻ മറക്കരുത്. കാരണം ശരിയായ പാസ്വേഡ് ഒരു സിസ്റ്റം മാത്രമല്ല, ഒരു ജീവിതം തന്നെ തുറക്കാൻ കഴിയും.